വേസ്റ്റ് ഇല്ലാന്ന് പറയാം. ഈ നമ്മ ചവിട്ടി നിൽക്കുന്ന മണ്ണ് വരെ. അതെ അതെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിപ്പോ ചളിയാണ്, ഇവിടെ ഇതിപ്പോ ഉപയോഗിക്കാത്തോണ്ടാണ് ഇങ്ങനെ പൊടിയായത്. ഈ സംഭവം മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു മണ്ണ് തേക്കാൻ വേണ്ടിട്ട്, ഈ പടവിന് തന്നെ നമ്മളെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ട് കല്ല് വെക്കാനും പറ്റും. നമ്മൾ ചുമര് വെക്കുന്ന പോലെ. പണ്ടൊക്കെ ചളി കൊണ്ടാണ് ഇത് നല്ല ഉറപ്പാണ്. ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടോ, ഇതുകൊണ്ട് ഈ ചെങ്കല്ല് ഫിനിഷ് ചെയ്ത കല്ല് തുടങ്ങണം, ഇതിന്റെ മെഷീനറി എവിടുന്ന് കിട്ടും, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവർക്ക് ഏറ്റവും നല്ല കുറച്ച് സ്ഥലം വേണം അല്ലേ? കുറച്ച് സ്ഥലം വേണം, ഒരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ കല്ല് നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. കാസർഗോഡ് ഏരിയയിൽ കല്ല് എത്രയും കല്ലുണ്ട്, നല്ല കല്ല് കിട്ടും കാസർഗോഡ്. ആ കല്ലിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക വേണ്ട. സ്ഥലം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങാം, കുറച്ച് പൈസയും വേണം. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെന്ന്. ഞാൻ എവിടെയാണെന്ന് അറിയാം, നീലേശ്വരത്തോട്ട് നമ്മളെ ബിനീഷിന്റെ നാട്ടിൽ വീണ്ടും വന്നിട്ടുണ്ട്. ബിനീഷേ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. നമ്മള് പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇതേ ഒരു കല്ലിന്റെ ഒരു ഫാക്ടറിയാണ്, കല്ല് ഫിനിഷ് ചെയ്യുന്നത്. അതായത് ഫിനിഷ് ചെയ്ത കല്ല്, നമ്മളെ ഗ്ലാഡിങ് ടൈല്, ഇതൊക്കെ കിട്ടുന്ന ഒരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിക്കല്ലേ? ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്, ഒരു അയൽവാസികളുടെ പ്രശ്നം, അങ്ങനത്തെ ഇവിടെ സ്ഥല പരിമിതി ഉണ്ടായതുകൊണ്ട്. അത് മാത്രമല്ല, നമുക്ക് സമയമില്ല അല്ലേ? പണി, അതായത് കുളമാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ളത് അല്ലേ? 1,00,000-ലേറെ കല്ലുകൾ ഒറ്റയ്ക്ക് നിർമ്മിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണിത്. നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലുള്ള കുളങ്ങളുടെ വർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ കണ്ണൂർ മേഖലയ്ക്കല്ലേ നീങ്ങിയിരിക്കുന്നത്? അവിടെയാണ് വർക്ക് അല്ലേ? അപ്പൊ അതിന്റെ ഇടയിൽ എല്ലാ പരിപാടികളും കൂടി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം ഇതിൽ എഫർട്ട് ഇട്ട് ചെയ്യേണ്ട സംഭവം വേണം. സ്വന്തമായിട്ട് തല പുകച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മെഷീനറികളാണ് ഇവിടെയൊക്കെ ഉള്ളത് അല്ലേ? നല്ല ഹൈ ക്വാളിറ്റി. അപ്പൊ ഇത് സെക്കൻഡ് ഇറക്കി കൊടുക്കാനുള്ള ഒരു പരിപാടി കേട്ടോ. അപ്പൊ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ, ഇത് ഈ മെഷീനറി 3 മെഷീൻ ഉണ്ടല്ലോ ഇവിടെ? ഇത് 3 ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. അതായത് ആർക്കെങ്കിലും ഈ ഒരു ചെങ്കല്ലിന്റെ മേഖലയിൽ ഈ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു അവസരം കേട്ടോ. ഈ 2 ഭാഗം ബ്ലേഡ് ഇതുപോലെ കറക്റ്റ് ബ്ലേഡ് ഉള്ള ഇത് എവിടെ ഇല്ല അല്ലേ? അങ്ങനെ കുറവല്ലേ? അത് ഇതെങ്ങനെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ്? ഇതിലൊന്നും വളരെ എളുപ്പമാണ്. ഇതിൽ കല്ലെടുത്ത് വെക്കുന്ന അവിടുന്ന് തള്ളി വിടില്ല, ആർക്കും ചെയ്യാം. വളരെ എളുപ്പം. മറ്റേ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഇത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റയടിക്കന്നെ ക്ലിയർ ആവും. അതായത് ഇത് എന്തിനാ ഉപയോഗിക്കുക അറിയോ? നമ്മളെ പേപ്പർ ജോയിന്റ് പടവില്ലേ, നാളെ കറക്റ്റ് കല്ല് തേക്കാത്ത വീടുണ്ടാക്കുന്ന കണ്ടില്ലേ, അതിന് ഉപയോഗിക്കുന്ന കല്ലാണ് ഇട്ടത്. സാധാരണ നമ്മളെ വീട് കെട്ടുന്ന കല്ല് ഇതുപോലെ ചെത്തേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് നമ്മളെ പേപ്പർ ജോയിന്റ് പടവിന് വേണ്ടിയിട്ട് കല്ല് ഇതുപോലെ ഇവിടുന്ന് കല്ല് ചെത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു മാസം കൊണ്ടൊക്കെ ഒരു വീടാക്കാം അല്ലേ? കാര്യമായിട്ട് ഇതിന്റെ വർക്ക് പറയുമ്പോൾ കല്ല് ചെത്തലാണ്. കറക്റ്റ് കല്ല് മെഷീനറി കൊണ്ട് ചെത്തിയിട്ട് ഇതേപോലെ ചെത്തിയ കല്ല് നമുക്ക് വാങ്ങാൻ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു മെഷീൻ. അത് തന്നെ ആ കല്ലിന് ബാക്ക് ഭാഗം, അതായത് ഈ കുറഞ്ഞ സൈഡ് കല്ല് വിലങ്ങനെ വെച്ചിട്ട് ചെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ്. ഇതിനും 2 ബ്ലേഡ് ഉണ്ട്. ഒറ്റയടിക്കുന്ന അപ്പൊ കല്ല് 6 ഭാഗം ചെത്തി കഴിഞ്ഞില്ല. അതില് 2 സൈഡും അടി മുകളിലും അതില് ചെത്തും. ഇതില് ആ 2 ചെറിയ ഭാഗം ചെത്തും. 6 ഭാഗമായി. അപ്പൊ 6 ഭാഗമായി. അപ്പൊ ഒരു കല്ലായി. ഈ ഒരു കല്ലിന് ചെത്തി കഴിഞ്ഞാല് 110 രൂപ വരെയൊക്കെ ഇവിടുന്ന്, അതായത് ഫാക്ടറിന്ന് വില വരുന്നുണ്ട്. ഇവിടെ ഇപ്പോ 35-40 രൂപയ്ക്ക് നല്ല കല്ല് കിട്ടില്ല. 35-40 രൂപക്ക് നല്ല കല്ല്. ഇതിനിപ്പോ വേണ്ട എന്താ വെച്ചാല് അത്യാവശ്യം കറണ്ട് വേണം. ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് പൈസ വേണം. പിന്നെ വെള്ളം വേണം. വെള്ളത്തിന്റെ കണക്ഷനാണിത്. വെള്ളം ഇങ്ങനെ നല്ല വന്നുകൊടുക്കണം. ഇവിടെയൊക്കെ നല്ല ചളി വിളിയോ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു മുടക്കുമുതൽ അല്ലേ? ഇതിന്റെ മോട്ടറൊക്കെ എത്ര HP വരിക? 10 HP മോട്ടറാണ്. 10 HP. 3 ഫേസ് വേണം. ഇതിനൊക്കെ വലിയ മോട്ടറുകളാണ്. പിന്നെ ഇത് ഇങ്ങനെ ചെത്തിയെടുക്കാനുള്ള പണിക്കാർ വേണം. പിന്നെ അതുപോലെ ഇവിടെ ഒരു മെഷീനും കൂടി ഉണ്ട് അല്ലേ? ഇത് എന്തിനാ ഉപയോഗിക്കുന്ന? നമുക്ക് ഏത് അളവിലും എങ്ങനെ ഇല്ല രീതിയിൽ വീലിന് മുറിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് മറ്റേ ഈ ടൈലല്ലേ ഇത് ഉദ്ദേശിച്ചത്? ടൈലും മുറിക്കാം. പിന്നെ നമുക്ക് അളവ് ചിലർക്ക് 4 ഇഞ്ചിന്റെ കല്ല് വേണ്ടിവരും, 2 ഇഞ്ചിന്റെ കല്ല് വേണ്ടിവരും. മുറ്റത്ത് പതിക്കാൻ പാവിംഗ് സ്റ്റോൺ വേണ്ടിവരും. ഏത് ഇതിനാക്കാം. ഇതിൽ അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ട് എങ്ങനെ വേണം മുറിക്കാം. പിന്നെ ഈ നമ്മളെ മതിലിന്റെ മേലയിലെ ഇങ്ങനെ തൊപ്പി പോലെ ഡിസൈൻ ഇങ്ങനെ തൊപ്പി പോലെ അത് ആക്കാം. പിന്നെ അമ്പലത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഡിസൈനൊക്കെ മുറിക്കാം. ഇതിൽ കല്ല് വെച്ചിട്ട് നീക്കല് നീക്കി കൊടുത്താൽ മതി. ഇതിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഓരോ പീസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മരത്തിന്റെ പീസ് വെച്ചിട്ട് എത്ര അളവ് വേണ്ടേ അതിന് കണക്കായ മരം വെച്ച് ഇവിടെയും വെക്കാം, മരത്തിന്റെ പീസ് ഇവിടെയും വെക്കാം. ഗ്ലാഡിംഗ് ടൈലിനൊക്കെ ഇതാണ് ഉപയോഗിക്കുക അല്ലെ? 1 ഇഞ്ചിന്റെ പീസ്. 1 ഇഞ്ചിന്റെ പീസിന് ഇത് ഗ്ലാഡിംഗ് 3/4 ഇഞ്ചല്ലേ വരാ? 3/4 ഇഞ്ചോ 1 ഇഞ്ച് വേണമെന്നൊക്കെ 1 ഇഞ്ച് കൊടുക്കും. ഏത് അവർക്ക് ആവശ്യമില്ല അളവിൽ ആക്കി. ഒരു കല്ലുമെന്ന് ഒരു 6 കിട്ടും. 6 ടൈൽ കിട്ടും. അതായത് ചുമരുമ്പിൽ ഒട്ടിക്കണേ. അതായത് നിങ്ങൾ പല വീടുകളും സാധാരണ കട്ട കൊണ്ടോ
മറ്റേ ഏത് തരം ബ്രിക്ക് കൊണ്ട് പടവ് ചെയ്ത ചുമരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ചെങ്കല്ലിന്റെ ടൈൽ ഒട്ടിച്ചിട്ട് അത് ചെങ്കല്ല് വീടാക്കി മാറ്റാം. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടൈലാണ് ഒരു 3/4 ഇഞ്ചിന്റെ ടൈല്. ആ ടൈല് നമുക്ക് ഈ ഒരു മെഷീൻ കൊണ്ട് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. ഈ ഒരു ബ്ലേഡിന് എത്ര വരും? ഇതിനൊരു 6,000-7,000 റുപ്യ വരും. 7,000 റുപ്യ വരും. ഇത് ബാംഗ്ലൂരിൽ നിന്നല്ലേ കിട്ടുക? ബാംഗ്ലൂരിൽ നിന്ന്. ഇതിന് കുറച്ച് ക്വാളിറ്റി കൂടിയ ബ്ലേഡാണ് ഇട്ടിട്ടില്ലേ. അത് കുറച്ചും കൂടി വില കൂടിയതല്ലേ? വില കൂടിയതോ. ശരി. അപ്പോൾ ഇതിപ്പോ ഒരു 1,500-2,000 കല്ലൊക്കെ കിട്ടൂലേ ഇതില്? അതിലധികം വരും. കിട്ടൂലേ? വലിയ വരും. നമ്മളെ ചേടിക്കല്ല് മുറിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വേഗം ബ്ലേഡ് പോകും. നല്ല കടുപ്പക്കല്ല് മുറിച്ചാല് ശരിക്കും നമ്മള് ചിന്തിക്കല് നേരെ തിരിച്ചാണ്. കളങ്കല്ല് മുറിച്ചാലേ കൂടുതൽ കിട്ടാൻ. ഇതെന്താ ശരിക്കും ഇത് വജ്രം പോലത്തെ സാധനം അല്ലേ? എന്തോ കറക്റ്റ് എനിക്ക് അറിയില്ല. ഇത് ബ്ലേഡ് പോയാലും അത് ആദ്യം ഫിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഈ ഒരു തുമ്പ് ഫിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഒരു മോട്ടർ, ഇതിനും 10 HP മോട്ടറാണ്. അപ്പോൾ കുറേ കല്ലുകളൊക്കെ ഇതാ ഇവിടെ ഉള്ളിൽ കുറേ കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. പുറത്ത് കുറേ നല്ല അടിപൊളി സൂപ്പർ കല്ല് ഞാൻ പുറത്ത് കാണിച്ചു തരാം. പിന്നെ ഇതിന്റെ ബിസിനസ് സാധ്യതകളെ പറ്റി ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഒരാൾ തുടങ്ങാൻ നേരത്തെ ഇത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമല്ലോ. ഇതിന്റെ പാളിച്ചകളും അല്ലെങ്കിൽ തുടങ്ങാതെ ഇതിന്റെ ഗുണങ്ങളൊക്കെ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഏകദേശം ഒരു ചുരുങ്ങിയത് ഒരു 100 മീറ്റർ ചുറ്റളവില് വീടുകളൊന്നും ഇല്ലാതെ നിന്നാൽ വളരെ ഗുണം ചെയ്യും. വണ്ടി വരുന്ന ഏരിയ ആവണം. വലിയ വണ്ടിയൊക്കെ വരുന്ന ഏരിയ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു മനസ്സ് വേണം. ഓർഡർ എന്തായാലും വരും. ഓർഡർ ഇഷ്ടം പോലെ നമുക്ക് വരുന്നുണ്ട്. ഇപ്പം തന്നെ എത്രയോ ഓർഡറുകൾ ഉണ്ട്. ഇപ്പൊ 1.5 വർഷമായി നിർത്തിയിട്ട്. ഇപ്പൊ ഈ ഒരു 15 ദിവസം മുമ്പേ ഒരു റിസോർട്ടിന്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു വയനാട്ടിലെ. ഇതിന്റെ ഒരു മെച്ചം എന്താ വെച്ചാൽ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വർക്കും വരും അല്ലേ? വർക്കും വരും. അത് നമുക്ക് ഈ ഒരു കല്ല് കൊണ്ടുപോയിട്ട് ആ വർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ കുളത്തിന്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള കല്ലിന് വേണ്ടിയിട്ട് മെഷീൻ എന്താ ചെയ്യാ? അത് എനിക്ക് കുളത്തിന്റെ സ്ഥലത്ത് നമുക്ക് ഈ കറണ്ട് തന്നെ എല്ലാവരും കിട്ടണം എന്നില്ല. അതുകൊണ്ട് എനിക്ക് കുളത്തിന് വേറെ ഡീസൽ വെച്ചിട്ട് ഡീസൽ മെഷീൻ ഉണ്ട്. അതായത് കുളത്തിന് നമുക്ക് ഇവിടുന്ന് കല്ല് സൈസാക്കി കൊണ്ടുപോകൽ ബുദ്ധിമുട്ടാണ് അല്ലേ? ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രം. അല്ലെങ്കിൽ എനിക്ക് പുറത്തേറ്റവും എളുപ്പം ഇവിടുന്ന് ആക്കി കൊണ്ടുപോകുന്നതാണ്. പുറത്ത് ദൂരമല്ലേ. കണ്ണൂരെല്ലാം നമുക്ക് അവിടെ തന്നെ കല്ല് ഇഷ്ടം വരെ വരുന്നോണ്ട് അവിടെ നിന്ന് മുറിക്കാം. അതിനൊക്കെ ഒരു 3 മെഷീൻ വേറെ ഉണ്ട്. ഡീസലിന്റെ ഇതുപോലത്തെ മെഷീൻ തന്നെയാ? ഇതുപോലത്തെ ഈ മോഡൽ മെഷീൻ. ആ മോഡൽ 3 എണ്ണം. അത് നമുക്ക് സൈറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ടയറല്ലേ അത് വണ്ടി കയറ്റിട്ട് ഓരോ സൈറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. സൈറ്റിൽ നിന്ന് കറക്റ്റ് കുളത്തിന് പറയുമ്പോൾ ഇതേപോലത്തെ കല്ലല്ലല്ലോ വേണ്ടേ? നിങ്ങളുള്ള കല്ല് പല മോഡൽ അതിനൊക്കെ ബ്ലേഡ് മാറ്റും. ഓരോ മോഡലിന് വേണ്ടിട്ട് ബ്ലേഡ് മാറ്റും. അപ്പൊ അതിന് വേറെ 3 മെഷീൻ ഉണ്ട്. അപ്പൊ അതങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു 3 എണ്ണം വെക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇതിപ്പോ ഏകദേശം എത്ര ചെലവ് വരും? ഏകദേശം ഒരു amount വരൂല്ലേ? നമ്മളെന്തായാലും കുറച്ച് വന്നിണ്. അത് എന്തായാലും ഇപ്പൊ കൊടുക്കുമ്പോ അതൊന്നും കിട്ടൂല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വേറെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. ഇതിപ്പോ പൊട്ടിപ്പോയൊരു വേസ്റ്റാ. ഇതിങ്ങനെ കറക്റ്റ് കട്ട് ചെയ്താല് അതുവരെ സ്ക്വയർ ഗ്ലാഡിംഗ് സ്റ്റോൺ അല്ലേ ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൽ വേസ്റ്റ് വളരെ കുറവാണ്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ താല്പര്യമുള്ള ആളുകൾ, ആവശ്യമുള്ള ആളുകൾ മാത്രം ഞങ്ങളായിട്ട് ബന്ധപ്പെടുക. ഓക്കെ. താങ്ക് യു.